ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു നെയിം സ്ലിപ്പ് ആയിട്ട് ഉണ്ടാക്കുന്നത് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് കേട്ടോ. നമുക്ക് ക്യൂട്ടായിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുമോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ പേപ്പർ കുറച്ചൊക്കെ കട്ടിയുള്ള ഒരു പേപ്പറാട്ടോ. ഞാനിതൊരു പഴയ നെയിം സ്ലിപ്പിന്റെ ബാക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു നെയിം സ്ലിപ്പിന്റെയൊക്കെ ആ ഒരു ഷേപ്പ് വരുന്ന വിധത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ അതിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ എന്താ ഒരു ഹണി ബീന്റെയും പിന്നെ അതുപോലെ ഒരു ഫ്രോഗിന്റെയും പിന്നെ നമ്മളുടെ കരടി അതിന്റെയൊക്കെ പിക്ചറാട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ള എന്ത് പിക്ചർ വേണമെങ്കിലും ഇതിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വരക്കാൻ എന്തെങ്കിലും വരക്കാൻ അറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫോണിൽ നമുക്ക് ട്രേസ് ചെയ്തിട്ടും കിട്ടും. അപ്പൊ ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ വരച്ചിരിക്കുന്നത്. അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും വരക്കാനൊന്നും അറിയില്ല കേട്ടോ. ഏകദേശം ഒന്ന് ഒപ്പിച്ചു മാത്രം. ഇനി സ്ട്രോബെറിനെ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ കളർ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലേക്ക് സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ക്രയോൺസോ പെൻസിലോ എന്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണം. നമ്മുടെ നെയിം സ്ലിപ്പ് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു ഇൻറ്റു അങ്ങനെ ഇട്ടിട്ട് ഒരു ബോർഡർ കൊടുക്കണം. ചെറുതായിട്ടൊക്കെ വളഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻസിലോട്ടൊന്ന് റഫായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഡിസൈൻ കൊടുക്കണമായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് വളയാതെ തന്നെ കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാത്തോട്ട് തന്നെ എനിക്ക് ഡിസൈൻ കൊടുത്തപ്പോൾ പലതും പല ഷേപ്പിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മുടെ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന്റെ മേലെ ഒരു സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അപ്പൊ മഴ നനഞ്ഞാലൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പൊ ഞാനിതിൽ നെയിമും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.